അപ്പോൾ നമ്മ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു കിടിലൻ ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ കാലിലെ പാദസരമാണ് കേട്ടോ. അപ്പം അങ്ങനെ കളറൊക്കെ പോയി നല്ല കറുക്കനെയുണ്ട് കേട്ടോ കാണാൻ. പക്ഷേ നമ്മൾ ഫോട്ടോ വീഡിയോ എടുക്കുമ്പോൾ തിരിയൊരു വെളിച്ചം പോലെ തോന്നും. അപ്പം നല്ല കളർ മങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് വെളുപ്പിക്കാൻ നോക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരു മുറി ചെറുനാരങ്ങ. അപ്പോൾ വലുതായതുകൊണ്ട് ഒരു പീസ് എടുത്തു. അതേപോലെ തന്നെ വിനാഗിരി, അതേപോലെ ഉപ്പ്, പിന്നെ ലേശം കുറച്ച് വെള്ളം വേണം കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതാ കണ്ടില്ലേ, ശരിക്കും കളർ ഇങ്ങനെയാണ് കേട്ടോ. പാദസരത്തിൻ്റെ ഫസ്റ്റത്തെ ഒന്ന് ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ നല്ല ക്ലിയറായി തോന്നിയതാണ്. അപ്പോൾ നമുക്കിത് എന്താ പറയുക, ആദ്യം തന്നെ ഇത് ഒരു പീസ് വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരു പുളി എടുക്കണം, അല്ലെങ്കിൽ ഒന്നെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് പിഴിഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നന്നായി പിഴിയണം കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായി വെളുക്കും, 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായി ചെറുനാരങ്ങ ഇത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ എടുത്തതിന് ശേഷം ഇത് നാരങ്ങൻ്റെ തൊലി കളയരുത് കേട്ടോ ഒരിക്കലും. പിന്നെ ലേശം ഉപ്പ്, ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വിനാഗിരി കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു 2 ടീസ്പൂണോളം ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തു. പിന്നെ ഈ മൂന്നും കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാതെ കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ലേശം ഇവിടെ കുറച്ച് വെള്ളം, ആവശ്യമില്ല എന്നാലും ഞാൻ കുറച്ച് വെള്ളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ലേശം നമുക്ക് നന്നായി ഇത് കിട്ടിയിട്ടുണ്ട്. നാരങ്ങയും അതേപോലെ വിനാഗിരി ഒഴിച്ചപ്പോൾ നന്നായിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും ലേശം കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒഴിച്ചു കൊടുത്താണ്. അത് സ്കിപ്പ് ചെയ്യുക വേണമെങ്കിൽ. അതിനുശേഷം നമ്മുടെ പാദസരം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് ഇനി ഇത് നമുക്കൊന്ന് നന്നായി ചൂടാക്കി എടുക്കാനുണ്ട്. നന്നായി തിളയ്ക്കൊന്നും വേണ്ട, നല്ല ചൂടായാൽ മാത്രം മതി. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിൻ്റെ ചളിയും അതേപോലെ അതിൻ്റെ അഴുക്കുകളെല്ലാം പോകാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ചൂടായതിന് ശേഷം ഞാൻ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ചൂടോടെ തന്നെ ഇറക്കി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അധികം ലോങ് വീഡിയോ ഇങ്ങനെ ചെയ്യാത്തത്. ഫ്രണ്ട് ക്യാമറ കൊണ്ട് തന്നെ മാക്സിമം ചെയ്ത് നോക്കുന്നത്. പിന്നെ ഇത് നിവർത്തിയില്ല പറഞ്ഞിട്ട് ഞാൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, അത്ര ക്ലിയർ ഒന്നുമില്ല. അപ്പോൾ ഇതാ നമ്മുടെ പാൽസരം അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ചളിയൊക്കെ പോയിട്ടുണ്ട് ഒരുവിധം. ഇനി നമുക്ക് ഇത് ചൂടാറിയ ശേഷം ആ നാരങ്ങ പൊളിയില്ലേ നമ്മൾ മാറ്റി വെച്ചില്ലേ, കളയാതെ, അതിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പം 2-3 സെക്കൻഡെങ്കിലും നന്നായി ഒന്ന്, ചളിയൊക്കെ പോയിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഉരച്ചെടുക്കണം. ഈ സ്ഥാനത്ത് നമുക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ബ്രഷ് കൊണ്ട് വേണമെങ്കിലും നന്നായി ഉരച്ചെടുക്കാം കേട്ടോ. ബ്രഷ് എടുത്തിട്ട് വേണമെങ്കിലും ഉരച്ചെടുക്കാം. പക്ഷെ ഞാൻ നാരങ്ങൻ്റെ ഇതുകൊണ്ട് തന്നെ നന്നായി ഉരച്ചെടുക്കുകയാണ് കേട്ടോ. എനിക്കിതാണ് യൂസ്ഫുള്ളായി തോന്നിയത്, നല്ല വേഗം അഴുക്ക് പോയത്. അപ്പം അതുകൊണ്ട് ഞാൻ ബ്രഷ് കൊണ്ട് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും കംഫർട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനിത് നന്നായി അതുകൊണ്ട് ഉരച്ചെടുത്ത് നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഈ വെള്ളം മാറ്റിയിട്ട് നല്ല വെള്ളത്തിൽ ഇനി കഴുകിയെടുക്കണം കേട്ടോ. നന്നായി ചളിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നല്ല വെള്ളത്തിൽ 2 പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത് കാണുമ്പോൾ ഇപ്പോൾ പുതിയ പാൽസരത്തിന് പോലെ തന്നെയുണ്ട്. സത്യത്തിൽ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബൈ.